ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഒരു വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, പ്രത്യേകിച്ച് പെട്രോൾ വാഹനം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അത് ബൈക്ക് ആയിക്കോട്ടെ, സ്കൂട്ടർ ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, നിങ്ങൾക്കുണ്ടാവുന്ന ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നിങ്ങളുടെ വണ്ടി 2020 മുമ്പുള്ള വണ്ടിയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, E20 പെട്രോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂൽ എഫിഷ്യൻസി ഡ്രോപ്പ് ആകുമോ, പെർഫോമൻസ് കുറയുമോ, അല്ലെങ്കിൽ വണ്ടിക്ക് ഒരുപാട് പണികൾ വരുമോ എന്നുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൽ വണ്ടിയുടെ പെർഫോമൻസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ വണ്ടിയുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന കമ്പനിയെ പറ്റിയിട്ടൊന്നും കൂടുതൽ റിപ്പോർട്ടുകൾ വരാൻ പോകുന്നേ ഉള്ളൂ. വളരെ ജെന്യുവനായിട്ട് അഭിപ്രായം നമുക്ക് കിട്ടിത്തുടങ്ങിയിട്ടില്ല. അത് വരുന്ന വർഷങ്ങളിലോ അല്ലെങ്കിൽ മാസങ്ങളിലോ നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻസി നമുക്കറിയാം, ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്, പലരും ഡ്രോപ്പായി തന്നെ പറയുന്നുണ്ട്. ഞാൻ പേഴ്സണലി ഫ്യൂവൽ എഫിഷ്യൻസി എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ വണ്ടി എന്ന് പറയുന്നത് ഒരു പെട്രോൾ വണ്ടിയാണ്, കാറാണ്. അത് E20 കോമ്പാറ്റബിൾ ആണ്. 2023 മാനുഫാക്ചർഡ് E20, അതായത് പെട്രോളിൻ്റെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ, ക്യാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ E20 കോമ്പാറ്റബിൾ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ളൊരു വണ്ടി ആയിരുന്നിട്ട് പോലും ഏപ്രിൽ 2026 മുതൽ ഞാൻ ഫ്യൂൽ എഫിഷ്യൻസി എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ട്. എനിക്ക് ഒരു 15% ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് എനിക്ക് യൂഷ്വലി ഒരു മിക്സഡ് കണ്ടീഷനിൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് മിക്സഡ് എന്ന് പറയുന്നത്, അതായത് സിറ്റി ഡ്രൈവ് അല്ലെങ്കിൽ ലോക്കൽ പഞ്ചായത്ത് റോഡ് ഡ്രൈവ്, ഇടയ്ക്ക് ലോങ് ഡ്രൈവ്, ഹൈവേ ഡ്രൈവ്, എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഡ്രൈവിൽ എനിക്ക് കിട്ടാറുള്ള ഒരു ആവറേജ് മൈലേജ് എന്ന് പറയുന്നത് ഒരു 12 to 14 ഫ്യൂവൽ എഫിഷ്യൻസിയാണ് എനിക്ക് കിട്ടിയിരുന്നത്. ഈ ഏപ്രിൽ 2026 മുതൽ എനിക്കിപ്പോൾ ആവറേജ് എൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 10 to 12 ആയി. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 15% ഫ്യൂവൽ എഫിഷ്യൻസി ഡ്രോപ്പ് ആയിട്ടുണ്ട്. അത് എൻ്റെ വണ്ടി E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു കാറായിട്ട് പോലും എനിക്ക് 15% ഫ്യൂവൽ എഫിഷ്യൻസി ഡ്രോപ്പ് ആയിട്ടുണ്ട്. പെർഫോമൻസ് എനിക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഡ്രോപ്പ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻസി ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ E20 കോമ്പാറ്റബിൾ ആയിട്ടുള്ള വണ്ടിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു പക്ഷേ ഫ്യൂവൽ എഫിഷ്യൻസി ഇതിനേക്കാളും മാരകമായ രീതിയിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് കണ്ടു എന്ന് വരും. ചിലപ്പോൾ പെർഫോമൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഫ്യൂവൽ എഫിഷ്യൻസി എത്രത്തോളം ഡ്രോപ്പ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായില്ലെങ്കിലും അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അത് നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ നമുക്കങ്ങനെ മൊത്തം ഒപ്പീനിയൻ എടുത്തിട്ട് ഇത് ശരിക്കും E20 ഫ്യൂവൽസ്, പെട്രോള് എന്തെങ്കിലും ഇമ്പാക്റ്റ് വണ്ടികൾക്ക് ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു ഏകദേശം ഒരു അനുമാനം നമുക്ക് ലഭിക്കും.